4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിൽ. ഇതിനു മുൻപ് 2016-ലും 2019-ലും നരേന്ദ്രമോദി സൗദി തലസ്ഥാനമായ റിയാദ് സന്ദർശിച്ചിരുന്നു. എന്നാൽ സൗദിയുടെ വാണിജ്യ ഹബ്ബായി അറിയപ്പെടുന്ന ജിദ്ദ അദ്ദേഹം സന്ദർശിക്കുന്നത് ഇത് ആദ്യമായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യ സന്ദർശനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:30 മണിക്ക് ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന സ്വീകരണത്തിൽ നരേന്ദ്രമോദി സംസാരിക്കും. വൈകിട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ത്യ സൗദി തന്ത്രപ്രധാന സഹകരണ കൌൺസിൽ യോഗം നടക്കും. പ്രധാനമന്ത്രിക്ക് സൗദി കിരീടാവകാശി അത്താഴ വിരുന്ന് നൽകും. ഊർജ്ജ പ്രതിരോധ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച നടക്കും. സ്വകാര്യ ടൂർ ഏജൻസികൾ വഴി ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം കൂട്ടി നൽകണമെന്ന അഭ്യർത്ഥന ഇന്ത്യ മുന്നോട്ട് വയ്ക്കും. അങ്ങനെ നിരവധി ആവശ്യങ്ങളുമായി 43 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലേക്ക് എത്തുകയാണ്. ഈ 43 വർഷം ഇന്ത്യ ഭരിച്ചവരിൽ ഇത്രയും ശക്തനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല എന്ന് പറയാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഈ ജിദ്ദ സന്ദർശനത്തിലൂടെ. ഒരുപക്ഷെ അദ്ദേഹം ഭരണാധികാരിയായി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായി ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വിദേശ യാത്രകളിൽ വളരെ കൗതുകമാണ്. അദ്ദേഹം വെറുതെ വിദേശ യാത്ര നടത്തുന്നു എന്ന് പറയുന്ന ഒരുപാട് മോദി വിരുദ്ധരും അദ്ദേഹത്തിന്റെ ശത്രുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ചുട്ട മറുപടിയാണ്. ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും വിദേശ ബന്ധങ്ങളിലൂടെ അദ്ദേഹം വളർത്തിയെടുത്ത ഒരുപാട് വികസന പാതകൾ അത് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ ഒന്നായിട്ടാണ് സൗദി അറേബ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നു വരുന്ന ബന്ധങ്ങളുടെ അനന്ത സാധ്യതകളെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം സൗദി അറേബ്യയിൽ എത്തുക. 3ാം തവണ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ സൗദി സന്ദർശനമാണ്. നരേന്ദ്രമോദിക്കൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരടങ്ങുന്ന 11 അംഗ ഉന്നത സംഘമാണ് ഇന്ന് ജിദ്ദ സന്ദർശിക്കുന്നത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ല. 1982 ഏപ്രിലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഒരു സുപ്രധാന സന്ദർശനമുണ്ടായി. അതിനുശേഷം 43 വർഷം കഴിയുമ്പോഴാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദ സന്ദർശിക്കുന്നത്. ഈ സന്ദർശനത്തിൽ വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് സൗദിയുമായി മോദി സുപ്രധാന കരാറുകൾ ഒപ്പിടും. അതുപോലെ തന്നെ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് വ്യവസായ ഇടനാഴി പുരോഗതിയും ചർച്ചയായേക്കും. ഹജ്ജ് അത് 2 രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഉഭയകക്ഷി വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും ചർച്ച പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൗദിയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നിക്ഷേപ അവസരം വർദ്ധിപ്പിക്കാനും ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. 2023-ൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് മോദിയുടെ ഇത്തവണത്തെ സൗദി സന്ദർശനം എന്നും പറയുന്നു. വരും നൂറ്റാണ്ടുകളിൽ എല്ലാ രൂപത്തിലുമുള്ള കണക്ടിവിറ്റിയുടെ ഭാവിയെ ഇടനാഴി നിർവചിക്കും. അത് മുഴുവൻ മേഖലയിലും വാണിജ്യം, കണക്ടിവിറ്റി, വളർച്ച എന്നിവയുടെ പ്രധാന ഉത്തേജകമായി മാറും. ഭൗതികമോ ഡിജിറ്റലോ ആകട്ടെ എല്ലാ രൂപങ്ങളിലുമുള്ള കണക്ടിവിറ്റി ഇടനാഴി വർദ്ധിപ്പിക്കുക. ഈ സംരംഭത്തിന് മാനവരാശിക്ക് പരിവർത്തന സാധ്യതയുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 21ാം നൂറ്റാണ്ടിലെ പുതിയ സിൽക്ക് റൂട്ട് ആകാൻ ഇതിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള വൈദ്യുതി ഗ്രിഡ് ഇന്റർ കണക്ടിവിറ്റിക്കും വിശാലമായ മേഖലയ്ക്കും വേണ്ടിയുള്ള സാധ്യതാ പഠനങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ ന്യൂഡൽഹി പ്രവർത്തിച്ചു വരുന്നത്. 2023-ലെ G20 ഉച്ചകോടിയിൽ ആരംഭിച്ച ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി സംരംഭത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെ സഹകരണ ശ്രമം എല്ലാ രൂപങ്ങളിലുമുള്ള കണക്ടിവിറ്റിയുടെ ഭാവിയെ രൂപപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണം തെളിയിക്കുകയാണ്. അതുപോലെ തന്നെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ലോകത്ത് സ്ഥിരതയുടെ സ്തംഭം പോലെ 2 രാജ്യങ്ങളുടെയും ബന്ധം ശക്തമായി നിലകൊള്ളണം. അതിനു വേണ്ടിയിട്ടാണ് പല യാത്രകളും പല തീരുമാനങ്ങളും. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഊർജ്ജം, കൃഷി, വിവര കൈമാറ്റം തുടങ്ങിയ മേഖലകളിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വളർന്നിരിക്കുന്നു. ഹരിത, ഹൈഡ്രജൻ, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സൗദിയുമായി ആഴത്തിലുള്ള ബന്ധം രൂപപ്പെടുന്നതിനെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തായാലും ശക്തമായ ഇന്ത്യൻ കമ്പനികൾ പലപ്പോഴും സൗദിയിലെ വ്യത്യസ്ത മേഖലകളിൽ ശക്തമായ സാന്നിധ്യം നിലനിർത്തിയിട്ടുമുണ്ട്. ഒരു സമയത്ത് നരേന്ദ്രമോദിയുടെ എല്ലാ നയങ്ങളെയും വിമർശിച്ച പലർക്കും ഇപ്പോൾ വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെ, അദ്ദേഹം എടുക്കുന്ന നിർണായകമായ തീരുമാനങ്ങളിലൂടെ, അദ്ദേഹം കൊണ്ടുവരുന്ന വികസനത്തിലൂടെ, നയതന്ത്രത്തിലൂടെ ഒക്കെ അദ്ദേഹം ഇപ്പോൾ മറുപടി കൊടുക്കുകയാണ്. എന്തായാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പല നയങ്ങളെയും വളരെ വലിയ രീതിയിൽ വിമർശിച്ചവരെല്ലാം അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണത്തെ ഇപ്പോൾ അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ നിലപാടുകളിലൂടെ, അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ തീരുമാനങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വിദേശ സന്ദർശനങ്ങളിലൂടെയും ഒക്കെ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.